ഏവർക്കും തിങ്ക് ടോണിക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2ാം ക്ലാസ്സിലെ മലയാളത്തിന്റെ 2ാമത്തെ ചാപ്റ്ററാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നോക്കാം. നന്നായി ഉണ്ണാൻ. ഒരു പിക്ചർ എന്നിരിക്കുന്ന കണ്ടോ, നിറയെ ആനകളൊക്കെ ആയിട്ട്. നോക്കൂ കൂട്ടുകാരെ, കാട്ടിൽ ആവശ്യത്തിന് ആഹാരം കിട്ടാനില്ല, കുട്ടികൾ വിശന്ന് കരയുന്നു. ഈ ആന പറയാണ് എന്തോന്നാണ്, കാട്ടിൽ ആവശ്യത്തിന് ആഹാരം കിട്ടാനില്ല, കുട്ടികൾ വിശന്ന് കരയുന്നു. അപ്പോ അടുത്ത വേറെ ആന ചോദിക്കാണ്, അതെ അതെ, ഇങ്ങനെയായാൽ നാം എങ്ങനെ ജീവിക്കും? ഇങ്ങനെ ആഹാരം കിട്ടാതെ വന്നാൽ നമ്മൾ എങ്ങനെ ജീവിക്കും? ഒരു കാടിൻ ആണ് കാണിക്കുന്നത്. നോക്ക്, മനുഷ്യരുടെ പരാതി കേട്ടു മടുത്തു. വാഴ തിന്നു, കരിമ്പ് നശിപ്പിച്ചു, ചക്ക പറിച്ചു, ഇനിയും എന്തെല്ലാം കേൾക്കണം. നാട്ടിലിറങ്ങുന്നത് ഓർക്കുമ്പോഴേ പേടിയാ, പടക്കമെറിയും വെടിവയ്ക്കും. അപ്പോൾ കാട്ടിൽ നിന്ന് ആനകൾ ഇപ്പൊ നാട്ടിലേക്ക് ഇറങ്ങാറുണ്ട്, ആൾക്കാരെ ഉപദ്രവിക്കാറുണ്ട്, അതോടൊപ്പം തന്നെ കൃഷികളും ഒക്കെ നശിപ്പിക്കാറുണ്ട്. അത് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. അപ്പോൾ മനുഷ്യരുടെ ഈ പരാതി കേട്ട് മടുത്തു എന്ന് പറയണത്. ആനകളൊക്കെ ഇരിക്കുന്നുണ്ട, ആനക്കുട്ടന്മാര്. വാഴ തിന്നു, കരിമ്പ് നശിപ്പിച്ചു, ചക്ക പറിച്ചു, ഇനി എന്തെല്ലാം കേൾക്കണം. നാട്ടിലിറങ്ങുന്നത് ഓർക്കുമ്പോഴേ പേടിയാ, പടക്കമെറിഞ്ഞ് വെടിവയ്ക്കുക. അപ്പൊ പടക്കം എറിഞ്ഞും വെടിവെച്ച് സൗണ്ടൊക്കെ ഒച്ചളം ഉണ്ടാക്കിയാണ് സാധാരണ നാട്ടിലിറങ്ങുന്ന ആനകളെ ഓട്ടിക്കുന്നത്, അല്ലേ? അടുത്ത്, ഞങ്ങൾ കിഴങ്ങ് കട്ടു തിന്നത്രേ. ആരാണ് അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത്? അതിന്റെ ഇടയിൽ ഒരു എലിക്കുട്ട ഇരുന്നുകൊണ്ട് പറയുന്നുണ്ടോ, ഞങ്ങൾ കിഴങ്ങ് കട്ടു തിന്നു അത്രേ. കിഴങ്ങ് കട്ടു തിന്നെന്ന് പരാതി പറയാണ്. കതിര് കൊത്തുന്നു, പഴം മോഷ്ടിക്കുന്നു, ഞങ്ങളെ കുറിച്ചുമുണ്ട് പരാതികൾ. ആര് പറയണേ? കിളികൾ പറയാണ്. കിളികളെ കുറിച്ച് എന്തൊക്കെയാണ് പരാതികള്? പഴം മോഷ്ടിക്കുന്നു, കതിര് കൊത്തി തിന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കും വിശപ്പില്ലേ? അതെന്താ ആരും മനസ്സിലാക്കാത്തത്? ശരിയാണ്, അവർ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാട്ടിലോട്ട് ഇറങ്ങി വരുന്നത് തന്നെ. കാട്ടില് ആഹാരം, അവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം കിട്ടാതെ വരുമ്പോഴത്തേക്കാണ് അവർ നാട്ടിലോട്ട് ഇറങ്ങി വരുന്നത്. നാട്ടിലോട്ട് വരുന്നത് ചക്കയോ വല്ല അങ്ങനെ ഉള്ള കൃഷികളൊക്കെ തിന്നുന്നതോടൊപ്പം അവർ നശിപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോഴാണ് നമ്മൾ പരാതി പറയുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് നമുക്കും വിശപ്പില്ലേ, അതെന്താ ആൾക്കാർ മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കണം. മനുഷ്യരെ എങ്ങനെ കുറ്റം പറയും? അവർ അധ്വാനിച്ചുണ്ടാക്കുന്നതല്ലേ, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് അവരെടുത്തോണ്ട് പോകുന്നതല്ലേ. അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നല്ല തടിമിടുക്കില്ലേ, നമുക്ക് വേണ്ടത് നമുക്ക് തന്നെ കൃഷി ചെയ്യാം. അപ്പൊ എല്ലാ ആനകളും കൂടെ ചേർന്ന ഒരു തീരുമാനത്തിലെത്താണ്, അവർക്ക് ആവശ്യമുള്ളത് അവര് തന്നെ കൃഷി ചെയ്യണമെന്ന്. നല്ല ഐഡിയ, നമുക്കും കൃഷി ചെയ്യാം. ആര് പറയാണ്? കിളികളും പറയാണ്, നല്ല ഐഡിയ തന്നെ, നമുക്കും കൃഷി ചെയ്യാം. അവർ അങ്ങനെ ഒത്തൊരുമിച്ച് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. കണ്ട, ഒത്തൊരുമിച്ച് അവര് കൃഷി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആനകളും കാട്ടിലെ മൃഗങ്ങളെല്ലാരും കൂടെ ചേർന്ന് ഒരുമിച്ച് കൃഷി ചെയ്യാൻ വേണ്ടി തീരുമാനമായി. അടുത്ത് നോക്കൂ, ചിത്രത്തിൽ ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നു നോക്കുക. അങ്ങനെ അവർ കൃഷി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ വെറുതെ കൃഷി ചെയ്താൽ പറ്റുമോ? ഒരു കൃഷി ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കൃഷി ചെയ്യാനുള്ള സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് കൃഷി ചെയ്യാനുള്ള എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ വിത്ത് അല്ലെങ്കിൽ തൈകളൊക്കെ ശേഖരിക്കണം. പിന്നെ മണ്ണിളക്കണം. അങ്ങനെയൊക്കെയല്ലേ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നോക്ക്, ഈ പിക്ചറിൽ ആരെല്ലാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നോക്ക്. രണ്ട് ആനകളും കൂടെ എന്തോന്നാണ് ചെയ്യുന്നത്? വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? കിളി എന്തോന്ന് ചെയ്യുന്നു? കിളി വിത്ത് നടുന്നു. രണ്ട് എലിക്കുട്ടന്മാരുണ്ട്. എലിക്കുട്ടന്മാരെന്താണ് ചെയ്യുന്നത്? മണ്ണ് കിളയ്ക്കുന്നു. രണ്ട് കുറുക്കന്മാര് അവിടുത്തെ പുല്ലൊക്കെ പറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓരോരുത്തരും ഓരോരോ ജോലികൾ ചെയ്യാണ്. കിളികൾ എന്തോന്ന് ചെയ്യുന്നു? വിത്ത് നടുന്നു, ആന വെള്ളം ഒഴിക്കുന്നു, എലി മണ്ണ് കിളയ്ക്കുന്നു, കുറുക്കൻ പുല്ല് പറിക്കുന്നു. അത്രയാണ് നമുക്ക് ഈ ഒരു പടത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചിത്രത്തിൽ ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത്, കൂട്ടുകാർക്ക് ഉത്സാഹമായി, എല്ലാവരും ഒത്തുകൂടി നിലമൊരുക്കി. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ചാൽ അവരെന്തോ ചെയ്യാൻ പോവുകയാണ്? കൃഷി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും കൂടി കൃഷി ചെയ്യാൻ പോവുകയാണ്.
എല്ലാം റെഡി, ഇനി തുടങ്ങാം. ആര് പറയാണ്? കരടി അമ്മാവൻ പറയാണ് എല്ലാം റെഡിയായി, ഇനി നമുക്ക് തുടങ്ങാം. കരടി അമ്മാവൻ ഓടിച്ചു വന്ന വാഹനം ഏതാണ്? ഏതാണ് ഓടിച്ചു വന്ന വാഹനം? ട്രാക്ടർ അല്ലേ? അതെന്താണ്? ട്രാക്ടർ ആണ്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? നില ഉഴുതു മറിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ട്രാക്ടർ ആണ്, അത് നില ഉഴുതു മറിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നോക്ക്, ഫ്രണ്ടിലത്തെ കാളവണ്ടി, ഇതെന്തുവാണ്? കാളവണ്ടി. ഈ കാളവണ്ടിയിൽ കുറെ ഉപകരണങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, കുറെ പേര് അതിലും ഇരിപ്പുണ്ട് അല്ലേ? കൃഷിക്ക് എന്തെല്ലാം ഉപകരണങ്ങൾ, അവയുടെ ഉപയോഗം. കൃഷിക്ക് നമ്മൾ എന്തൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിക്കും? ട്രാക്ടർ ഉപയോഗിക്കും, പിന്നെ മൺവെട്ടി ഉപയോഗിക്കും, പിക്കാസ് ഉപയോഗിക്കും, അരിവാള്, കുട്ട, പുല്ലുമാന്തി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കും. ഇതിൽ പിക്ചറിൽ കുറെയൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ട്രാക്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നിലം ഉഴുതു മറിക്കാൻ വേണ്ടിയിട്ട്, മണ്ണിളക്കാൻ വേണ്ടിയിട്ടാണ് ട്രാക്ടർ ഉപയോഗിക്കുന്നത്. മൺവെട്ടിയ മണ്ണ് കിളയ്ക്കാൻ, അതുപോലെ തന്നെ പിക്കാസും അതുപോലെ തന്നെ മണ്ണ് കിളയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അരിവാള് പുല്ല് ചെത്താൻ വേണ്ടിയും കാട് വെട്ടാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കും. കുട്ട മണ്ണ് ചുമക്കാൻ, വളം ചുമക്കാനൊക്കെ ഉപയോഗിക്കും. പുല്ലുമാന്തി, പുല്ലില എന്നിവ നീക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും. കണ്ടോ? കൃഷിക്ക് എന്തെല്ലാം ഉപകരണങ്ങൾ ഇതാ ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ബോക്സ്. അതിന്റെ ആൻസർ ആണ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് എഴുതാമല്ലോ. അടുത്ത പറയാം, എഴുതാം. എന്തെല്ലാം കൃഷി ചെയ്യണം? ഓരോരുത്തരും എന്തെല്ലാം കൃഷി ചെയ്യണം? കുരങ്ങച്ചൻ ചോദിക്കാണ് എന്തൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ ഒരാള് ആന പറഞ്ഞു വാഴ, ആനയ്ക്ക് വാഴപ്പഴമാണല്ലോ കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് വാഴയെന്ന് പറഞ്ഞു. കിളി പറഞ്ഞു, തത്ത പറഞ്ഞു അതിന് നെല്ലാണ് ഇഷ്ടം കൂടുതൽ, അപ്പൊ നെല്ല് കൃഷി ചെയ്യാന്ന്. നമ്മുടെ എലിക്കുട്ടൻ എന്താണ് പറഞ്ഞത്? കപ്പ നടാന്ന്. മുയലച്ചൻ എന്തോന്നാണ് പറഞ്ഞത്? ക്യാരറ്റ് നടാന്ന്. അപ്പൊ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് ഓരോ കാര്യങ്ങൾ, വാഴ നടാന്ന്, നെല്ല് നടാന്ന്, കപ്പ നടാന്ന്, ക്യാരറ്റ് നടാന്നൊക്കെ പറഞ്ഞു. അങ്ങനെയെങ്കിൽ വിവിധ കാർഷിക വിളകൾ എന്തൊക്കെയാ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ? കറികൾ നിറയെ നടാൻ പറ്റും, കിഴങ്ങ് വർഗ്ഗങ്ങൾ നടാൻ പറ്റും, അതുപോലെ ഒരുപാടെണ്ണം ചെയ്യാൻ പറ്റും. വിവിധ കാർഷിക വിളകൾ ഏതൊക്കെയാണ്? ഞാൻ കുറച്ച് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് എഴുതാം. നെല്ല്, ഗോതമ്പ്, തക്കാളി, മുളക്, പയർ, കപ്പ, ചേമ്പ്, ഉരുളക്കിഴങ്ങ്, നാളികേരം, വാഴപ്പഴം, മാമ്പഴം, ഇതൊക്കെ വിവിധ കാർഷിക വിളകളാണ്. ഇതൊക്കെ ഓരോരുത്തർ കൃഷി ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ അതുപോലെ വിവിധ കാർഷിക വിളകൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് എക്സ്ട്രാ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആയിരിക്കും വരുന്നത്. അടുത്ത് ചില കൃഷി ഉപകരണങ്ങളുടെ പേരുകൾ. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കൃഷി ഉപകരണങ്ങളുടെ പേരുകളാണ് തുമ്പ, അരിവാൾ, കുട്ട, കോരിക, കലപ്പ ഒക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കൃഷി ഉപകരണങ്ങളാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കലപ്പ എന്ന് നമ്മൾ പറഞ്ഞു. കലപ്പ എന്ന് പറഞ്ഞാൽ എന്താണ്? കലപ്പയുടെ ചിത്രം കണ്ട? പണ്ട് കാലത്ത് നിലം ഉഴാൻ വേണ്ടി, അതായത് മണ്ണിളക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമായിരുന്നു കലപ്പ എന്ന് പറയുന്നത്. പാരമ്പര്യമായി ഉള്ള ഒരു ഉഴവ് ഉപകരണമാണ് കലപ്പ എന്ന് പറയുന്നത്. കലപ്പ എന്തിനാണ് ഉപയോഗിച്ചിരുന്നത്? മണ്ണ് കിളയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. കലപ്പയുടെ ഏത് ഭാഗമാണ് മണ്ണിൽ ചാലുകൾ കീറുന്നത്? ഏതാണ്? അതിന്റെ ആൻസർ ഇതാ ഇവിടെ കിടപ്പുണ്ട്. കലപ്പയുടെ അടിഭാഗത്ത് അടുക്കി ചേർത്തിരിക്കുന്ന ഇരുമ്പ് പോലെയുള്ള ഒരു ഭാഗമുണ്ട്. അതാണ് മണ്ണിൽ കുത്തിപ്പിടിച്ച് ഉഴുകി കിളയ്ക്കുന്നത് ഇതുവഴിയാണ്. ഇതാ ഇവിടെ കണ്ട, ഇത് കാണുമ്പോഴത്തേക്ക് അറിയാം, ഇരുമ്പ് പോലത്തെ സാധനം മണ്ണിനുള്ളിലോട്ട് വയ്ക്കും, കാളകൾ അത് വലിച്ചുകൊണ്ട് പോകും. വലിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കുത്തിപ്പിടിക്കുമ്പോഴത്തേക്ക് ആ കൊണ്ടുപോകുന്ന ഇതില് ആ ഭാഗത്തെ മണ്ണുകളെല്ലാം ഇളകി വരും. മനസ്സിലായ? കലപ്പ വലിക്കാൻ ഉപയോഗിക്കുന്നത് ആരെയാണ് ഉപയോഗിക്കുന്നത്? കാളയാണ്. എപ്പോഴാണ് കലപ്പയെ വേണ്ടാതായത്? കലപ്പ വേണ്ടാതായത് എപ്പോഴാണ്? ആധുനിക ഉപകരണങ്ങൾ വന്നതോടുകൂടി. ട്രാക്ടർ, റോട്ടവേറ്റർ, പവർ ഡ്രില്ലർ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതോടുകൂടി, പുതിയ ആധുനിക ഉപകരണങ്ങൾ വന്നതോടുകൂടിയാണ് ഈ കലപ്പ പോലുള്ള പരമ്പരാഗത ഉപകരണങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചത് അല്ലേ? നോക്ക്, ആധുനിക യന്ത്രങ്ങൾ, കലപ്പയ്ക്ക് പകരം ഇപ്പോൾ ഉപയോഗിക്കുന്ന യന്ത്രം ഏതാണ്? ട്രാക്ടറാണ് ഉപയോഗിക്കുന്നത്. ആധുനിക യന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് കുറച്ച് തന്നിട്ടുണ്ട്, അതിന്റെ ഉപയോഗം തന്നിട്ടുണ്ട്. ട്രാക്ടർ മണ്ണുഴാൻ വേണ്ടി ഉപയോഗിക്കുന്നു. റോട്ടവേറ്റർ മണ്ണ് പൊളിക്കാൻ, അതായത് കിളയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സീഡർ വിത്ത് വിതയ്ക്കാൻ. കമ്പൈൻ ഹാർവെസ്റ്റർ വിളവെടുപ്പും തരം വേർതിരിക്കാനും ഒക്കെ. പവർ ഡ്രില്ലർ ചെറിയ കൃഷിയിടങ്ങൾ ഒഴുകാൻ വേണ്ടി. ഡ്രോണുകൾ വിത്ത് വിതയ്ക്കാൻ, വളമൊക്കെ കീടനാശിനിയൊക്കെ തളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ട്രിപ്പ് ഇറിഗേഷൻ ജലസേചനത്തിനുള്ള നിയന്ത്രിത സംവിധാനങ്ങൾ. ഇപ്പോൾ നമ്മൾ ഓരോ യന്ത്രങ്ങൾ തന്നെ വിത്ത്
തൈകൾ കൊണ്ട് നടുന്നതും പിന്നെ വിളവെടുക്കുന്നതും യന്ത്രങ്ങൾ തന്നെയാണ് മുറിച്ചെടുക്കുന്നത്, അതെല്ലാം തിരിഞ്ഞു തിരിഞ്ഞൊക്കെ ഇടുന്നത്, അതൊക്കെ കണ്ടിട്ടില്ലേ? ഇപ്പം ആധുനിക യന്ത്രങ്ങൾ വന്നതോടുകൂടി പഴയ ഉപകരണങ്ങളൊന്നും ആവശ്യമില്ലാതായി ഇല്ലേ? ഇപ്പം കൃഷി എന്ന് പറയുന്ന ഒരുപാട് അഡ്വാൻസ്ഡ് ആയി, അതുകൊണ്ട് പഴയ കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല, പുതിയ പുതിയ ഉപകരണങ്ങൾ അതിനുമായിട്ട് ഉണ്ട്. ഓക്കെ, അടുത്ത നോക്ക്. വരികൾ കൂട്ടിച്ചേർത്ത് പാടാം എഴുതാം. നന്നായി ഉണ്ണാൻ എന്തോന്നാണ്? മണ്ണു കിളയ്ക്കണം നന്നായി മണ്ണു കിളയ്ക്കണം, നിലമൊരുക്കണം നന്നായി നിലമൊരുക്കണം, വിത്തു വിതയ്ക്കണം നന്നായി വിത്തു വിതയ്ക്കണം. അപ്പോ ഈ കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ ആ ഒരു പാട്ട് രൂപത്തിൽ പറയുകയാണ്. അതിന്റെ ബാക്കി വരി നമ്മളടുത്ത് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വിത്ത് വിതച്ച് കഴിഞ്ഞിട്ട് എന്താണ്? കള പറിക്കണം നന്നായി കള പറിക്കണം, വെള്ളം നനയ്ക്കണം നന്നായി വെള്ളം നനയ്ക്കണം, പിന്നെന്തോന്നാണ്? വിളവെടുക്കണം നന്നായി വിളവെടുക്കണം, എല്ലാം നന്നായി വന്നല്ലോ നന്നായി നമ്മൾ കുണ്ണാലോ. ആ പാട്ട്, ആ ഒരു കൃഷിയുടെ എന്തൊക്കെ കാര്യങ്ങളാണ്? ആദ്യം നിലമൊരുക്കണം, പിന്നെ വിത്ത് വിതയ്ക്കണം, പിന്നെ വെള്ളം നനയ്ക്കണം, പിന്നെ വളം ചേർക്കണം, കള പറിക്കണം, വിളവെടുക്കണം. ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പൊ കള പറിക്കണം നന്നായി കള പറിക്കണം, വെള്ളം നനയ്ക്കണം നന്നായി വെള്ളം നനയ്ക്കണം, അടുത്ത് നന്നായി വളം ചേർക്കണം, പിന്നെ വിളവെടുക്കണം നന്നായി വിളവെടുക്കണം, അതൊക്കെ എഴുതാം. ഓക്കെ, അടുത്ത് നോക്കൂ. ആഹ്ലാദിച്ചു വിളവെടുപ്പുത്സവമായി എല്ലാവരും ഒത്തുകൂടി. വിളവെടുപ്പായി എല്ലാവരും ഒത്തുകൂടി. എന്തെല്ലാം വിളവുകളാണ് കിട്ടിയത്? കുറെ പടങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചേന, തക്കാളി, ക്യാരറ്റ്, പച്ചമുളക്, ബീട്രൂട്ട്, വെണ്ടയ്ക്ക, മരിച്ചിനി, പാവയ്ക്ക, മത്തങ്ങ, പടവലങ്ങ, മുരിങ്ങയ്ക്ക, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൃഷി ചെയ്ത് ഈ പടത്തിൽ തന്നെ കാണാം വച്ചിരിക്കുന്നത്. കൃഷി ചെയ്ത് വിളവെടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടോ? അടുത്ത് ഇനി വരുന്ന ഒരു കാര്യമാണ് കടങ്കഥ. ഈ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കടങ്കഥകൾ വരും, അത് നോക്കണം. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ഈ കടങ്കഥകൾ. നാക്ക് 4, നടകാല് 10, മൂക്ക് 3, മുഖത്താറ് കണ്ണ്. എന്തോന്നാണ്? കണ്ണ് പൂട്ടുന്നതാണ്. ഈ മണ്ണ് കിളയ്ക്കുന്നില്ലേ, അതാണ്. അടുത്ത് ചെടിയിൽ കായമേല് ചെടി. എന്താണ്? കൈതച്ചക്ക. കറിക്ക് മുമ്പന് ഇലയ്ക്ക് പിമ്പന് കറിവേപ്പില. മണ്ണിനടിയില് പൊന്നമ്മ. ആരാണ്? മഞ്ഞൾ. അകത്ത് തിരി തെറുത്തു പുറത്തു മുട്ടയിട്ടു. ആരാണ്? കുരുമുളക്. ഉരുണ്ടതാണ് ചുവന്നതാണ് പച്ചക്കറിയാണ് പുളി രുചിയാണ്. ഏതാണ്? തക്കാളി. ഓക്കെ, കുറെ കടങ്കഥകൾ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതുക. അടുത്ത് പറഞ്ഞതെന്തെല്ലാം. അപ്പൊ ഇവര് വിളവെടുത്ത് ഓരോരുത്തരായിട്ട് രുചിക്കാൻ തുടങ്ങി. ഹായ് എന്തു രുചി! എന്തോന്നാണ്? ക്യാരറ്റ് തിന്നോണ്ട് പറയണം എന്തു രുചിയാണ്. പഴത്തിന് നല്ല സ്വാദ്. അപ്പൊ ആന പറയണ പഴത്തിന് നല്ല സ്വാദ്. അപ്പൊ ആര് പറയാണ്? കപ്പയ്ക്ക് നല്ല രുചിയാ. ആര് പറയാണ്? എലി പറയാണ്. പഴവും നല്ല സ്വാദെന്ന് ഈ കിളി പറയാണ്. കതിര് കൊള്ളാം കേട്ടോ, നെല്ല് കൊള്ളാന്ന് തത്ത പറയാണ്. ഒത്തുപിടിച്ചാൽ മലയും പോരും. അപ്പൊ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് കൃഷികൾ ചെയ്യാൻ പറ്റി, ഒരുപാട് വിളവെടുപ്പ് നൽകാൻ പറ്റി. ഒരാളായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇതുപോലെ നടക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഒത്തുപിടിച്ചാൽ മലയും പോരും. നമ്മൾ ഒരുമിച്ച് നിന്നാൽ എല്ലാ കാര്യവും നടക്കുമെന്നാണ് അതിനർത്ഥം. ഓക്കെ, ഇതുപോലുള്ള ചൊല്ലുകൾ എഴുതാനാണ് അടുത്ത്. പഴഞ്ചൊല്ലുകൾ. ഉഴുതു വരുന്നവനെ തൊഴുതുണ്ണണം. 1. എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം. 10 ഗുണം 10 ഗുണം. വിത്താഴം ചെന്നാൽ 10 നിറയും. ഞാറില്ലേൽ ചോറില്ല. വിത്ത് കുത്തി ഉണ്ണരുത്. കള പറിച്ചാൽ കളം നിറയും. ഈ പഴഞ്ചൊല്ലുകളൊക്കെ പഠിക്കണേ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. കടങ്കഥ, പഴഞ്ചൊല്ല്, അതൊക്കെ ഏത് ചാപ്റ്റർ ആയാലും ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അരി എറിഞ്ഞാൽ 1000 കാക്ക, മുളയിലറിയാം വിള. സമ്പത്ത് കാലത്ത് തൈപത്ത് വച്ചാൽ ആപത്തു കാലത്ത് കാപ്പത്തു തിന്നാം. വിത്താഴം ചെന്നാൽ 10 നിറയും. കാറ്റുള്ളപ്പോൾ തൂറ്റണം. കതിരിൻ വളം വച്ചിട്ട് കാര്യമില്ല.
കതിരിൽ വളം വച്ചിട്ട് കാര്യമില്ല. അടയ്ക്ക ആയാൽ മടിയിൽ വയ്ക്കാം, അടയ്ക്ക മരമായാലോ. കുറെ ചൊല്ലുകൾ തന്നിട്ടുണ്ട്, ഇത് നോക്കുക. അടുത്ത് പാടാം രസിക്ക. ഒരു പാട്ട് തന്നിരിക്കുകയാണ്, അതിന്റെ ബാക്കിയൊക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. താരിളം തെയ്യാര തക താരിളം തെയ്യാര, താരിളം തെയ്യാ തെയ്യാ താര, താരിളം തെയ്യാര. ആനമലയില് കൂനമലയില് കാടൊതുക്കി തെയ്യാര, കിളകിളച്ചതും നനച്ചതും വിതച്ചതും തെയ്യാര. വീണ്ടും അതെനിക്ക് താരിളം തെയ്യാര തക തക താരിളം തെയ്യാര, താരിളം തെയ്യാ തെയ്യാ താര, താരിളം തെയ്യാര. ഇനി അതിന്റെ ബാക്കി. ആനമലയില് കൂനമലയില് വിതച്ചതും തെയ്യാര, മുള പൊടിച്ചതും വളമെറിഞ്ഞതും തേവി നനച്ചതും തെയ്യാര. താരിളം തെയ്യാര തക താരിളം തെയ്യാര, താരിളം തെയ്യാ തെയ്യാ താര, താരിളം തെയ്യാര. അടുത്ത് ആനമലയില് കൂനമലയില് തേവി നനച്ചതും തെയ്യാര, കള പറിച്ചതും കതിരണിഞ്ഞതും കാവലിരുന്നതും തെയ്യാര. വീണ്ടും അതുപോലെ തന്നെ താരിളം തെയ്യാര തക താരിളം തെയ്യാര, താരിളം തെയ്യാ തെയ്യാ താര, താരിളം തെയ്യാര. പാട്ടാണ്. ഈ പാട്ടൊരു കഥയാക്കി അല്ലെങ്കിൽ ഈ ഒരു കഥ ഒരു നാടകമാക്കിയൊക്കെ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ടെസ്റ്റിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കടങ്കഥയുടെ ഉത്തരം കണ്ടെത്താം. പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറം ചീര, അകത്തറുത്താൽ പുറത്തറിയും ചക്ക. അടുത്ത് ചേർത്ത് പറയാം, എഴുതാം. നിലമൊരുക്കി നിലമൊരുക്കി, നിലം ഒരുക്കി നിലമൊരുക്കി. അടുത്ത് വിളവ് എടുത്തു വിളവെടുത്തു, ഇവിടെ എഴുതിയിട്ടുണ്ട്. കതിർ അണിഞ്ഞു കതിരണിഞ്ഞു. ഇതുപോലെയുള്ള വാക്കുകൾ കണ്ടെത്തി എഴുതണം. പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്തോന്ന് വെച്ചാൽ കളിമണ്ണോ മൈദയോ ഉപയോഗിച്ച് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും രൂപങ്ങൾ നിർമ്മിക്കാനാണ്. അത് നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടും. കളിമണ്ണോ മൈദയോ ഉപയോഗിച്ച് പഴങ്ങളുടെയും പച്ചക്കറികളുടെയൊക്കെ രൂപങ്ങൾ നിർമ്മിക്കുക. ഓക്കെ. അടുത്ത ആധുനിക യന്ത്രത്തിന്റെ പടം കൊടുത്തിട്ടുണ്ട്. വിത്ത് വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യന്ത്രം, ഞാറ് നടാൻ വേണ്ടി ഉപയോഗിക്കുന്ന യന്ത്രം, കൊയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യന്ത്രം. അടുത്ത് വിവിധ തരം തൊഴിലുകൾ. ഇപ്പൊ നമ്മൾ ഓരോരുത്തർ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ട്, കൃഷി ചെയ്യുന്നത് കണ്ട്, അതുപോലുള്ള വേറെയുള്ള തൊഴിലുകൾ എന്തൊക്കെയാണെന്ന്. കർഷകൻ, പിന്നെ ഫാക്ടറി തൊഴിലാളി, മെക്കാനിക്, ടീച്ചർ, ഡോക്ടർ, നേഴ്സ്, പോലീസ്, ഫയർഫോഴ്സ്, പ്ലംബർ, ഇലക്ട്രീഷ്യൻ, കാർപ്പന്റർ, ചിത്രകാരൻ, ഗായകൻ, നടൻ, എഴുത്തുകാരൻ, ലൈൻമാൻ, ഫയർമാൻ, പോസ്റ്റ്മാൻ, ചെരുപ്പ് നന്നാക്കുന്നയാൾ, ഡ്രൈവർ, ഫോട്ടോഗ്രാഫർ, അങ്ങനെ ഇഷ്ടംപോലെ തൊഴിലുകളുണ്ട്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും, ഏകദേശമുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പുതിയൊരു ചാപ്റ്റർ ആണ്, അതിലെ ന്യൂ വേർഡ്സ് അതൊക്കെ എഴുതി പഠിക്കണം. അതൊക്കെ സെപ്പറേറ്റ് എഴുതി പഠിക്കുക. പിന്നെ കടങ്കഥകൾ, പഴഞ്ചൊല്ലുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വാക്യങ്ങൾ തിരിച്ചെഴുതാനുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലോണം പഠിച്ചു വയ്ക്കുക. ഓക്കെ. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.